ഹായ് അസ്സാം വലൈക്കും. എന്താക്കുന്നത്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി എടങ്ക് പോയിട്ട് വന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കുക്കറിൽ വെക്കാവുന്ന ബിരിയാണിൻ്റെ റെസിപ്പി. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക്, ഇഞ്ചി, വെള്ളുള്ളി ഇതെല്ലാം മിക്സിയിൽ പൊടിയാക്കിയിട്ട് എടുത്തിന്. ആ പൊടിയാക്കിയിട്ട് എടുത്തത് ഈ ചിക്കനിലേക്ക് കുറച്ച് ഇട്ടിട്ട് കൊടുക്കണം. കുറച്ച് ചോറിലേക്ക് മസാല ആക്കാൻ ഇടണം. ഇപ്പോൾ കുറച്ച് ചിക്കനിലേക്ക് ഇട്ടിട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് മുളകിൻ്റെ പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് സിർക്ക ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് വെക്കണം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് വേണമെന്നുകൊണ്ട് ബിയ്യ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് 2 ഉള്ളി എടുത്തിട്ടുണ്ടായി. ആ 2 ഉള്ളിനെ ഞാൻ കട്ടാക്കിയിട്ട് എടുത്ത്, പിന്നെ 2 തക്കാളിയും കട്ടാക്കിയിട്ട് എടുത്ത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കട്ടാക്കിയിട്ട് എടുത്ത്. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്ത്, കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതെല്ലാം ചൂടായിട്ട് വരുമ്പോൾ കട്ടാക്കിയിട്ട് വെച്ച് ഉള്ളി ഇട്ടിട്ട് കൊടുത്ത്, ഉള്ളിയെല്ലാം പാടിയിട്ട് വരുമ്പോൾ അതിലേക്ക് പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടില്ലേ, ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളകെല്ലാം ഇട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വെച്ച ആ പേസ്റ്റ് ഇട്ടിട്ട് കൊടുത്ത്, അതും കുറച്ച് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ടിട്ട് കൊടുത്ത്, 2 തക്കാളി എടുത്ത് ഞാൻ 2 തക്കാളി ഇട്ടിട്ട് കൊടുത്ത്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഇളക്കിയിട്ടായിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകിൻ്റെ പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ബിരിയാണി മസാല, ഗരം മസാല, പിന്നെ കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ ഇട്ടിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇട്ടിട്ടില്ല ഇപ്പോൾ കുരുമുളകിൻ്റെ പൊടി. പിന്നെ ഈ തക്കാളി ഇല്ലേ പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ കിട്ടെങ്കിൽ നല്ലതാണ്, പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പിള്ളേരെല്ലാം ഈ ബിരിയാണിയിൽ നിന്ന് എടുത്തിട്ട് ചാടുന്നല്ലേ, അത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ട് നല്ലത്. ഇപ്പോൾ ഞാൻ കൈമ റൈസ് എടുത്തിട്ടുള്ളത്, കൈമ റൈസിനില്ലേ ഇപ്പോൾ അരപ്പട്ട റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ 3/4 പാട്ട വെള്ളം അങ്ങനെ കണക്കിൽ ഒഴിക്കണോ. പിന്നെ ടൈഗർ എങ്കിൽ ഇപ്പോൾ അരപ്പാട്ട വെള്ളത്തിലേക്ക് 1 പാട്ട വെള്ളം കണക്കിൽ ഒഴിക്കേണ്ടത്. കൈമ റൈസിലേക്ക് അത്ര വെള്ളം വേണ്ട, 3/4 പാട്ട മതി അരപ്പാട്ട വെള്ളം അരിക്ക്. അപ്പോൾ വെള്ളമെല്ലാം തിളച്ചിട്ട് വന്നിന് ഞാൻ ഇതിലേക്ക് അരി ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പുറത്തെ അടുപ്പിലില്ലേ ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്, ആ ചിക്കൻ ഫ്രൈ എല്ലാം ആക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ വിസിലാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി. ഇപ്പോൾ വിസിലെല്ലാം ആയിന്, ഇനി നല്ല ബിരിയാണി ആയിട്ട് കിട്ടി നമുക്ക്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണി. ഇപ്പോൾ ഇതിൻ്റെ ചിക്കൻ ഫ്രൈൻ്റെ മസാല ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്ത്, അങ്ങനെ ഇപ്പോൾ നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ചിക്കൻ ബിരിയാണി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബായ്, അസ്സലാമു അലൈക്കും.